നമസ്കാരം. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഒരു പാസ്കൽസ് ലോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലോയിനെ കുറിച്ചാണ് പറയുക. പാസ്കൽസ് ലോ പറയാൻ വേണ്ടി ഞാനൊരു കുപ്പിയിൽ ഒരു ആക്ടിവിറ്റി കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഹാഫായുള്ള ഒരു പകുതിയോളം വെള്ളം എടുത്തു വെച്ചിരിക്കുക. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് ഇതിലേക്ക് വലിയ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇതൊരു നെറ്റ് ഫോഴ്സ് ഇതിലെപ്പോഴും 0 ആണ്. കാരണം ഒരു വലിയ ഫോഴ്സ് കൊടുത്തിട്ട് ഇത് മൂവ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് the net force acting on the liquid column is 0. That means the liquid column under equilibrium state. Okay, അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഈ ലിക്വിഡിലേക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് എ നോർമൽ ഫോഴ്സ്, വെറുതെ ഫോഴ്സ് അല്ല. ഈ വെള്ളത്തിലെ ഈ കുപ്പിയുടെ അറ്റത്ത് ഞാനിങ്ങനെ ഒരു ഇതിലേക്ക് ഒരു നോർമൽ ഫോഴ്സ്, വേറെ ഒന്നുമില്ല, ഇങ്ങനെ താഴെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പം നിങ്ങൾ കാണുന്നുണ്ട്, ഞാനിങ്ങനെ താഴെ ഈ കൈ കൊണ്ട് എൻ്റെ വിരലുകൊണ്ട് ഈ കുപ്പിയുടെ താഴെ ഒരു നോർമൽ ഫോഴ്സ് ഇങ്ങനെ അമർത്തിയപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലെവല് മുകളിൽ ഉയർന്നത് കണ്ട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഒരു പ്രഷർ താഴെയാണ്, പക്ഷെ ആ പ്രഷർ മൂലം ഈ വെള്ളം മുകളിലേക്ക് ഉയരുന്നു. So I applied a pressure, and this pressure is transmitted to every point in the liquid. ആ ലിക്വിഡിലേക്ക് എല്ലാ പോയിന്റിലേക്കും ഞാൻ അപ്ലൈ ചെയ്ത ഈ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓർ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലിക്വിഡ് അങ്ങനെ തന്നെ മുകളിലേക്ക് ഉയരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിലേക്ക് ഞാൻ ഒരു നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഒരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ആ പ്രഷർ ആ ലിക്വിഡിലുള്ള എല്ലാ പോയിന്റ്സിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. സോ വാട്ട് ഈസ് പാസ്കൽസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബക്കറ്റിൽ നിറച്ചു വെള്ളം എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ബക്കറ്റിൻ്റെ ഒരു സൈഡിലെ വെള്ളത്തെ താഴ്ത്തിയാൽ അപ്പുറത്തെ സൈഡിലൂടെ വെള്ളം ചാടി പോകുന്ന പോലെ ഈ കുപ്പിയിൽ ഞാൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്തപ്പോൾ, ഈ കുപ്പിയുടെ ബോട്ടം സർഫസിൽ ഒരു നോർമൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ വെള്ളത്തിൻ്റെ ടോപ്പ് പൊസിഷനിലേക്ക് ഈ വെള്ളം ഉയർന്നെങ്കിൽ ഞാൻ കൊടുത്ത പ്രഷർ ഈ ലിക്വിഡിലെ എല്ലാ പോയിന്റ്സിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ ലിക്വിഡിന്റെ കോളം മുകളിലേക്ക് ഉയർന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്കൽസ് ലോ പറയുന്ന ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ലിക്വിഡ് ഓർ കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഇൻ ഇക്വിലിബ്രിയം, ഒരു ലിക്വിഡിലേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ലിക്വിഡിലേക്ക്, ഓക്കെ, ഒരു ഫ്ലൂയിഡിലേക്ക്, ലിക്വിഡ് മാത്രമല്ല ലിക്വിഡ് ഓർ ഗ്യാസസ്, ഒരു ഫ്ലൂയിഡിലേക്ക്, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക്, ആ ഫ്ലൂയിഡിലെ ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എവരി അതർ ഓർ ഓൾ അതർ പോയിന്റ്സ്, എല്ലാ പോയിന്റ്സിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതാണ് പാസ്കൽസ് ലോ. ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എവരി അതർ പോയിന്റ്സ് ഇൻ ദ ഫ്ലൂയിഡ്. ദാറ്റ് ഈസ് കോൾഡ് ദി പാസ്കൽസ് ലോ. അപ്പോൾ നമുക്കറിയാം, വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ചാൽ വെള്ളം അപ്പുറത്തോട്ട് ചാടി പോകുന്നത്. കാരണം ഇവിടെ കൊടുക്കുന്ന പ്രഷർ നമ്മുടെ വെള്ളത്തിൻ്റെ എല്ലാ സൈഡിലേക്കും എല്ലാ പോയിന്റ്സിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ വാട്ട് ഈസ് പാസ്കൽസ് ലോ? പാസ്കൽസ് ലോ സേസ് ദാറ്റ് ദ പ്രഷർ applied at any point on a continuous fluid in equilibrium. ഇക്വിലിബ്രിയത്തിലേക്ക് നിങ്ങൾ കണ്ടായിരുന്നു, ഈ ലിക്വിഡ് ഇക്വിലിബ്രിയത്തിലേക്ക് വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ആ സമയം ഞാൻ ഇവിടെ കൊടുത്ത പ്രഷർ അത് എവിടേക്ക് മാറി? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി എവരി അതർ പോയിന്റ് ഇൻ ദ ലിക്വിഡ്. ദിസ് ഈസ് പാസ്കൽസ് ലോ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ അതിനൊരു ആപ്ലിക്കേഷനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ പാസ്കൽസ് ലോയുടെ പറയുന്നത് ഇതാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്.
ഒരുപാട് കാര്യങ്ങളുണ്ട് പാസ്കൽസ് ലോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ എടുത്ത് പഠിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലത്തെ ഒരു വെസലില് കുറേ ലിക്വിഡ് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഈ വെസലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നാരോയാണ്, ഇവിടെ കുറച്ചുകൂടി വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ എന്താണ് ഒരു വെസൽ, ഒരു വലിയ ഒരു വെസൽ. ഈ വെസലിന്റെ ഒരു സൈഡിൽ ഒരു പിസ്റ്റൺ ആണ്. ഇത് മുകളിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തിന് മൂവ് ചെയ്യാൻ ആവുന്ന ഒരു പിസ്റ്റൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയും അതുപോലത്തെ തന്നെ ഒരു പിസ്റ്റൺ ആണ്. ആ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, ഇതിനെ മുകളിലേക്ക് താഴത്തേക്കും ഈ പിസ്റ്റൺ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഇതുപോലത്തെ ഒരു വെസല്, ആ വെസലിന്റെ ഒരറ്റം നാരോയാണ്. ആ നാരോ സൈഡിൽ ഒരു പിസ്റ്റൺ. ഇപ്പോൾ പിസ്റ്റൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിറിഞ്ചിന്റെ അറ്റത്തുള്ള പോലത്തെ ഒരു അവസ്ഥ അല്ലേ? അതിനെ നമ്മളകത്തേക്ക് തള്ളുന്തോറും ഈ സിറിഞ്ചിൻ്റെ അകത്തുള്ള വെള്ളം അല്ലെങ്കിൽ മരുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോരുന്ന പോലെ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ഈ പിസ്റ്റന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. ഇത് നാരോ ആണ്, ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ഇവിടെ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ എന്തോ ഉറപ്പിച്ചു വെച്ചിരിക്കുക, ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ ഒരു ഫ്ലൂയിഡ് നിറച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ അല്ലേ? ഒരു എന്താണ്, 2 പിസ്റ്റൺ സെപ്പറേറ്റഡ് ബൈ എ അല്ലേ സ്മോൾ, ഈ 2 പിസ്റ്റൺ ഒരു ലിക്വിഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? എ പിസ്റ്റൺ ഓഫ് സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 അത് ലെഫ്റ്റ് സൈഡിലും, അതുപോലെ തന്നെ പിസ്റ്റൺ ഓഫ് ലാർജ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റൈറ്റ് സൈഡിലും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ നാരോ പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് F1 ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ് F1 be the force exerted on the first piston അല്ലേ ഓഫ് നാരോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഈ പിസ്റ്റണിലേക്ക്, അതായത് വേറെ ഒന്നുമില്ല, പിസ്റ്റൺ ഉപയോഗിച്ച് ഞാൻ താഴേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ F1 ആണ് താഴേക്കുള്ള ഫോഴ്സ്. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ ഈ നോർമൽ ഫോഴ്സ് ഈ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ A1 എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലേക്ക് കിട്ടുകയാണ്. സോ വാട്ട് ഈസ് ദ ഈ പ്രഷർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാമല്ലോ. പ്രഷർ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് പ്രഷർ? പ്രഷർ എന്ന് പറയുന്നത് അല്ലേ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു F1 എന്ന് പറയുന്ന ഫോഴ്സ് നോർമലായിട്ട് താഴത്തേക്ക് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെയാണ്? A1 എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ്. എങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ട പ്രഷർ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടുത്തെ ഫോഴ്സ് F1 ഉം ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ഉം. അപ്പോൾ വാട്ട് ഈസ് പ്രഷർ? P is equal to F1 divided by A1. ഓക്കെ, പ്രഷർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ലിക്വിഡിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എവരി അതർ പോയിന്റ് ഇൻ ദ ലിക്വിഡ്. ഈ ലിക്വിഡിലെ എല്ലാ പോയിന്റ്സിലേക്കും ഈ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ആ പ്രഷർ മൂലം ഈ പിസ്റ്റന്റെ മുകളിലേക്ക് ഒരു F2 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ഇവിടെ ഞാനൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. According to Pascal's law, this pressure is transmitted to every other point in the liquid, and due to that pressure, ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു. അതാണ് F2 എന്ന് പറയുന്നത്. ഈ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്ന ഈ ലാർജ് പിസ്റ്റണിൽ നമ്മളൊരു വാഹനം, ഒരു കാറിനെ വെച്ചതായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വെസല്, അത് 2 പിസ്റ്റൺ, ആ 2 പിസ്റ്റണും തമ്മിൽ ഒരു ലിക്വിഡ് കോളം വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു നാരോ പിസ്റ്റൺ, ഇതൊരു ലാർജ് സൈസുള്ള പിസ്റ്റൺ. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇവിടുത്തെ A2. ഇവിടെ F1 എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ലിക്വിഡ് കോളത്തിലേക്ക് കിട്ടിയ പ്രഷർ P is equal to F1 by A1 ആണ്. And according to the Pascal's law, this pressure is transmitted to every other point in the liquid. അപ്പോൾ ഇവിടെ വെള്ളത്തിന് താഴ്ത്തു പോകും, ഇവിടെ മുകളിലേക്ക് വെള്ളം ഉയരും. അങ്ങനെ ഈ കാർ വെച്ചിരിക്കുന്ന പിസ്റ്റണിനെ ഈ ഒരു നോർമൽ ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സ് ആണ് F2. ഓക്കെ, അപ്പോൾ ഈ F2 എന്ന് പറയുന്ന ഫോഴ്സ്, the force on the large piston,
ഈ ലാർജ് പിസ്റ്റണിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് F2. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഈ F2 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്കറിയാം, പ്രഷർ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്, A2 ആണ്. ഏത് പ്രഷറാണ്? പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് കൊടുത്ത പ്രഷറാണ്. ഈ പ്രഷറാണ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദി അതർ പോയിന്റ്. അപ്പോൾ ഈ പ്രഷർ മൂലം ഉണ്ടായ ഫോഴ്സാണിത് F2. ആ F2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ കിട്ടിയ ഈ പ്രഷർ ഇൻറ്റു A2 ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നിന്നൊരു പ്രഷർ കൊടുത്തു, ആ പ്രഷർ മൂലം ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെട്ടു. ആ പ്രഷർ മൂലം ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏരിയ A2 ആണ്. അപ്പോൾ എന്ത്? F2 is equal to P into A2. What is P? P is equal to F1 divided by A1 into A2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്തെഴുതാം? F1 into A2 divided by A1. അതായത് F2 is equal to F1 into A2 by A1. ഓക്കെ, ദാറ്റ് ഈസ് ഈ കാറിൻ്റെ അല്ലെങ്കിൽ വലിയ പിസ്റ്റണിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്ത ഡൗൺവേർഡ് ഫോഴ്സ് ഇൻറ്റു A2 by A1 ആണ്. ഓർ ദിസ് force, upward force acting on the large piston is equal to A2 by A1 times the small force applied on the left side of the piston. അപ്പോൾ ഞാനിവിടെ കൊടുത്ത ഫോഴ്സ് ഒരു 2 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ കൊടുത്ത ഫോഴ്സ് 2. ഈ A2 by A1 എന്ന് പറയുന്നത് നമ്മൾ A2നെ വളരെ വലുതാക്കും, A1നെ ചെറുതാക്കും. അപ്പോൾ A2നെ വലുതാക്കി A1നെ ചെറുതാക്കി A2 by A1 എന്ന് പറഞ്ഞൊരു വലിയ ക്വാണ്ടിറ്റി ആവൂലേ? ഫോർ എക്സാമ്പിൾ A2 ഞാൻ ഒരു 4 എടുത്തു, A1 ഞാൻ ഒരു 1 എടുത്തു. സോ വാട്ട് ഈസ് A2 by A1? A2 by A1 is equal to 4 by 1 or it is 4. Okay, then what about the force F2? F2 is equal to what? 4 into F1. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ കൊടുത്ത ഫോഴ്സ് ഒരു F1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടിയത് എത്രയാണ്? 4 times of F1 ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്മോൾ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ നമുക്ക് കിട്ടുന്ന F2 എന്ന് പറയുന്നത് A2 by A1 ടൈംസ് ആണ്. ഈ A2 by A1 4 ആയ 4 ടൈംസ്, A2 by A1 8 ആയ 8 ടൈംസ്, A2 by A1 100 ആയ ഇറ്റ് ഈസ് 100 times greater, 100 times greater than this F1. അത് നമുക്കൊരു ചെറിയൊരു ഫോഴ്സ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്താൽ റൈറ്റ് സൈഡിൽ ഒരു വലിയ ലാർജ് ഫോഴ്സ് A2 by A1 ടൈംസ് ഫോഴ്സ് റൈറ്റ് സൈഡിൽ കിട്ടുമെന്നുള്ളതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അങ്ങനെ നമുക്ക് ചെറിയൊരു ഭാരം, ചെറിയൊരു ഫോഴ്സ് ഇവിടെ കൊടുത്താൽ വലിയ ഭാരങ്ങൾ ഉയർത്താൻ, അതാണ് ലിഫ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് ദി ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. ഈ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് A2 by A1. A2 by A1 ടൈംസ് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ സാധിക്കുന്നു. സോ ടു ഗെറ്റ് എ ലാർജ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് പിസ്റ്റൺ, അല്ലേ, ടു ഗെറ്റ് ലാർജ് ഫോഴ്സ് വി ഹാവ് ടു do the second piston A1 should be small and A2 should be large. A1നെ നമ്മൾ വലുതാക്കുന്നു, A2നെ ചെറുതാക്കിയാൽ A2 by A1 വലിയൊരു ക്വാണ്ടിറ്റി ആവും. ആ വലിയ ക്വാണ്ടിറ്റി ടൈംസ് F1 ആണ്. അപ്പോൾ ഫോർ എ സ്മോൾ ഫോഴ്സ് we got a large force on the right side. This is called the hydraulic lift. Okay, this is the application, the very important application of Pascal's law, that is hydraulic lift. Clear? Okay, thank you.